മറ്റേതൊക്കെ കൃഷിയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കൃഷി ചെയ്ത് 6-7 വർഷം കഴിയാതെ ആദായം കിട്ടില്ല. ഇത് നമുക്കൊരു വർഷം കഴിയുമ്പോഴേക്കന്നെ നമുക്ക് ഇടിച്ചക്കയായിട്ടും ഇടിച്ചക്ക, കൊത്തൻ ചക്ക, അതുപോലെ തന്നെ മൂത്ത ചക്ക, പഴുത്ത ചക്ക, അങ്ങനെ വിവിധ രീതിയിലുള്ള ചക്കകൾ നമുക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദനം കിട്ടും. ചക്ക വലിയത് നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ നമ്മളിത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു കൊലയിൽ ഒന്നൊക്കെ നിർത്തുള്ളൂ. അങ്ങനെ ആ ഒരു ശാസ്ത്രീയമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ലാഭകരവുമാണ്, ആദായകരവുമാണ്. എൻ്റെ പേര് അബ്ദുൽ സലാം. ഞാൻ റബ്ബർ ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറേ കൃഷികൾക്കൊക്കെ താല്പര്യം വന്ന് അങ്ങനെ ഈ ഒരു സ്ഥലം നേരത്തെ കവുങ്ങ് കൃഷിയായിരുന്നു. കവുങ്ങ് മഞ്ഞളിപ്പ് വന്ന് കംപ്ലീറ്റ് മരം മുറിച്ച് കളഞ്ഞു. വീണ്ടും കവുങ്ങ് കൃഷി ചെയ്യാൻ പേടിയായതുകൊണ്ട് മറ്റൊരു കൃഷി ആൾട്ടർനേറ്റീവ് ചിന്തിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ 2020 അത് കൊറോണയ്ക്ക് തുടങ്ങിയ സമയത്താണ് നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത്. വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് നമ്മളൊരു 220ഓളം തൈകൾ നമ്മൾ കൃഷി ചെയ്തു. അതിപ്പം കഴിഞ്ഞ വർഷം 2ാം വർഷം തന്നെ അതിൻ്റെ ഉൽപ്പാദനം കിട്ടി തുടങ്ങി. ഈ വർഷം നല്ല ഒരു ഒക്ടോബർ തൊട്ട് നമുക്ക് ചക്ക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഇപ്പം പുതിയ ചക്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മാസത്തോളം നമുക്ക് ഇത് എന്നും ഓൾ സീസണായിട്ട് ഇതിന് ചക്ക കിട്ടും എന്നുള്ള അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ കൃഷി ചെയ്ത് ഒരു 1.5 വർഷം 2 വർഷം ആകുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ ഇതിന് വിളവ് കിട്ടുന്നുണ്ട്. വേണ്ടത്ര നല്ല പരിചരണം കൊടുക്കണം. കാരണം ചെറിയ മരങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ മറ്റു വളങ്ങളും നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഉൽപ്പാദനം കിട്ടും. മറ്റേതൊക്കെ കൃഷിയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കൃഷി ചെയ്ത് 6-7 വർഷം കഴിയാതെ ആദായം കിട്ടില്ല. ഇത് നമുക്കൊരു വർഷം കഴിയുമ്പോഴേക്കന്നെ നമുക്ക് ഇടിച്ചക്കയായിട്ടും ഇടിച്ചക്ക, കൊത്തൻ ചക്ക, അതുപോലെ തന്നെ മൂത്ത ചക്ക, പഴുത്ത ചക്ക, അങ്ങനെ വിവിധ രീതിയിലുള്ള ചക്കകൾ നമുക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദനം കിട്ടും. ഇപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് ഏകദേശം ഒരു 10-20,000 രൂപയോളം ചക്കകൾ നമ്മൾ ഈ വർഷം ഇതിൽ നിന്ന് വിറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും പ്രത്യേകത ഇക്കൊല്ലം പൊതുവെ നാടൻ ചക്കക്ക് വളരെ കുറവായിരുന്നു. ചക്ക ഇപ്പോഴും പൂത്തിട്ടില്ല, തണുപ്പ് കുറവുള്ളതുകൊണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. നമുക്ക് ചക്ക ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉൽപ്പാദനം കിട്ടാനും അതുപോലെ തന്നെ ഓൾ സീസൺ എല്ലാ സമയത്തും കിട്ടാനും ഏറ്റവും നല്ലൊരു കൃഷിയാണ് ഈ വിയറ്റ്നാം സൂപ്പർ ഏർലി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആദായം കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിനുള്ളത് പ്രശ്നം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഒരു മരത്തിന് താങ്ങാവുന്നതിൽ കൂടുതലുള്ള ചക്കകളൊക്കെ നമ്മൾ ഇടിച്ചക്കയായിട്ടൊക്കെ പറിച്ച് ഒഴിവാക്കി കൊടുക്കണം. ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. ഇത് മിക്കവാറും അവിടെ തന്നെ നമ്മൾ ഡ്രയറിലിട്ട് ഉണക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പം അത് ഉണക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴുത്ത ചക്ക നമ്മൾ ഇരിഞ്ഞ് ഇത് തണുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കി പഴുത്ത ചക്ക ഉണക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചച്ചക്ക ഡ്രയറിൽ ഉണക്കി നമുക്ക് നമുക്ക് ഈ കറിയായിട്ട് ഉപയോഗിക്കാൻ പാകത്തിൽ അതുപോലെ തന്നെ പൊടിയാക്കാനൊക്കെ ഉള്ള രീതിയിലും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഏകദേശം 10-10 അകലത്തിലാണ് 10 അടി 10 അടി അകലത്തിലാണ് കൃഷി ചെയ്തത്. അപ്പോൾ അത് അന്നത്തെ ഒരു ശുപാർശ അങ്ങനെ ആയിരുന്നു. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നിന്ന് അത് കുറച്ചും കൂടി കൂട്ടണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഒരു 12 കൊടുത്തു കഴിഞ്ഞാലാണ് ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്ക് ഇത് ഇലകൾ തമ്മിൽ മുട്ടാതെയും മത്സരിക്കാതെയും കൂടുതൽ ഉൽപ്പാദനം കിട്ടാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മരം ചെറിയ മരങ്ങളായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മളിത് കായ്കൾ നിർത്തുമ്പോൾ അത് മരത്തിന് ഭയങ്കര ക്ഷീണം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ചെറിയ ഇടിച്ചക്ക പരുവത്തിലോ കൊത്തൻ ചക്ക പരുവത്തിലോ നമ്മൾ പറിച്ചെടുത്തിട്ട് അത് മാർക്കറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഒരു പ്ലാവിൽ മൂത്തത് ഏകദേശം ഒരു 3-4 ചക്കയാണ് ഈ ഒരു സമയത്ത് നമ്മൾ മുക്കാനും പഴുക്കാനും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള കൃഷിയിലുള്ള ഒരു പ്രധാന കാര്യം ഈ ഇത്രയും വിളവ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകുന്നതുകൊണ്ട് ക്രോപ്പ് റിമൂവൽ എന്ന് പറയും. അത്രയും വളങ്ങൾ അല്ലെങ്കിൽ ഈ എല്ലാ വിറ്റാമിനുകളും മറ്റൊക്കെ മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ നഷ്ടപ്പെടുന്നത് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു വർഷം കഴിയുമ്പോഴേക്ക് തന്നെ ചക്കക്കൊക്കെ ഇങ്ങനെ കീറൽ, അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങളും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് വരുന്നതുകൊണ്ടുണ്ടാകുന്ന പല അസുഖങ്ങളും കാണും. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഈ ഗ്ലൂക്കോവിറ്റ, ടാറ്റയുടെ ഗ്ലൂക്കോവിറ്റ എന്ന വളം നമ്മൾ ഇതിൽ മണ്ണിൽ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ റാലി ഗോൾഡ്
അതും നല്ല മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ അത് റെഗുലറായിട്ട് നമ്മൾ മരത്തിന് ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇലക്ക് നമ്മൾ NPK 20-20-20 കിട്ടാവുന്ന രൂപത്തിൽ പോളിയർ ആപ്ലിക്കേഷൻ, ഒമെക്സിൽ ബയോ-20 എന്നുള്ള ഇത് നമ്മൾ ഇലക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെടിക്ക് കിട്ടും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് വളരെയധികം എളുപ്പമാണ്. ഈ 1 ഏക്കർ കൃഷി മൊത്തം വളം ചെയ്യാൻ ഇപ്പോൾ ഒരു 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് വളം ചെയ്യാൻ സാധിക്കും. അത് പെട്ടെന്ന് തന്നെ ചെടിക്ക് എടുക്കാനും പറ്റും. മറ്റേത് നമ്മളൊരു ഒരാഴ്ച 2 ആഴ്ച എടുക്കുന്നതിന് പകരം ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ നമുക്ക് ചെടിക്ക് ഈ ആപ്ലിക്കേഷൻ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള കാലത്ത് അങ്ങനെ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വളങ്ങളാണ് നമുക്ക് കർഷകർക്ക് ഇങ്ങനെയുള്ള കൃഷികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപകാരപ്പെടുക. അതുപോലെ തന്നെ നമുക്ക് എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും നമുക്ക് മറ്റ് രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും ചിലവ് കുറവായിരിക്കും. പൊതുവേ കൃഷിക്കാർക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഇതിന് പെട്ടെന്ന് രോഗങ്ങൾ വരും എന്നുള്ളത് ഒരു ഏതാണ്ടൊക്കെ ശരിയാണ്. നമ്മൾ കുറച്ച് പരിചരണം കൂടുതൽ വേണം. മറ്റ് നാടൻ പ്ലാവിനേക്കാളും കൂടുതൽ ഈ ഫ്രൂട്ട് ഫ്ലൈൻ്റെ അറ്റാക്ക്, അതുപോലെ തന്നെ ഈ വളങ്ങൾ നല്ലപോലെ ചെയ്യണം. പിന്നെ ഈ ഫംഗസ് നമ്മളിപ്പോൾ സാധാരണ ചാണകം പോലെയുള്ള വളങ്ങൾ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഫംഗസ് അറ്റാക്ക് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചാണകം, കോഴിക്കാട്ടമൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ട്രീറ്റ് ചെയ്ത ജൈവവളങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട് ഫ്ലൈ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഈ വിവേറിയ പോലെയുള്ള മരുന്നുകൾ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം രോഗങ്ങളൊന്നുമില്ല. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് ഇതൊക്കെ ഈ ഇത്രയും ചക്ക ഉണ്ടെങ്കിലും നമ്മളൊരു ഇടിച്ചക്ക പരുവാകുമ്പോൾ ഇതൊക്കെ പറിച്ചു കൊടുത്തിട്ട് എല്ലാ മരങ്ങളും നമ്മൾ മൂക്കാൻ നിർത്താതെ ഇതിൻ്റെ കൊമ്പിൽ ചക്ക വലിയത് നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ നമ്മളിത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു കൊലയിൽ ഒന്നൊക്കെ നിർത്തുള്ളൂ. അങ്ങനെ ആ ഒരു ശാസ്ത്രീയമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ലാഭകരവുമാണ്, ആദായകരവുമാണ്, കുറേ കാലങ്ങൾ നിൽക്കും. കൃത്യമായി വളപ്രയോഗം അവിടെ തന്നെ വേനൽക്ക് നനയ്ക്കലും ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉൽപാദനം ഇങ്ങനെ ഒരു ഒക്ടോബർ തൊട്ട് ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെ നമുക്ക് വിളവ് കിട്ടും. ഏകദേശം ഒരു 3 മാസം അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് എന്നും ചക്ക കിട്ടാൻ പറ്റുന്നൊരു കൃഷിയാണ്